ഹായ് ഹലോ. എൻ്റെ കൂട്ടുകാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ? എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇഡ്ഡലി റവയാണ്. അപ്പം എനിക്കുള്ള 2 ഇഡ്ഡലി ഞാനിവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഇന്ന് ഞാൻ എന്താ കറി ഉണ്ടാക്കിയെന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ? ഇത്രയും നാൾ ഞാൻ വിചാരിച്ചിരുന്നത് നല്ല കാറ്റ് ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറും ചമ്മന്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇഡ്ഡലി കഴിക്കാനൊക്കെ കൊണ്ട് ടേസ്റ്റ് ഉള്ളതെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ ഇന്ന് ഞാനാണെങ്കിൽ ഒരു തക്കാളി ചമ്മന്തി ട്രൈ ചെയ്തു. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. ഇഡ്ഡലിക്ക് വേറെ ഒരു കറിയും വേണ്ട. ആക്ച്വലി ഇന്ന് രാവിലെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തേങ്ങ ഇല്ലായിരുന്നു, തേങ്ങ തീർന്നു പോയായിരുന്നു. അപ്പം ഇന്നലെ തേങ്ങ മേടിക്കാൻ പോകാൻ പറ്റിയില്ല. അപ്പം തേങ്ങ മേടിക്കാൻ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ചമ്മന്തി അരയ്ക്കാനെ കൊണ്ട് പറ്റത്തില്ല. പിന്നെ എന്ത് ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഇരുന്നപ്പോഴാണ് എന്നാൽ ശരി തക്കാളി ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് തക്കാളി ചമ്മന്തി ആക്കിയത്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അപ്പൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് കഴിക്കാനുള്ള ഞാൻ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എനിക്കുള്ളത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിരുന്നതാണ്. അപ്പം ഇത് വന്നിട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ്. ഞാൻ ആക്ച്വലി ഇത് തക്കാളി ചമ്മന്തിയെ കുറിച്ച് എൻ്റെ കൂട്ടുകാരോടൊന്ന് പറയാം. അതിൻ്റെ കൂട്ടത്തിൽ ഈ റവ ഇഡ്ഡലി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എൻ്റെ കൂട്ടുകാർ കുറേ പേര്, കാരണം വെച്ചാൽ നമ്മൾ ഇതിനെപ്പറ്റി 2-3 വീഡിയോ ചെയ്തതാണ്. എന്നാൽ കൂടി പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം ആ വീഡിയോകൾ കാണാത്തവരാണല്ലോ ഈ ചോദിക്കുന്നത്. അപ്പം ഇത് വന്നിട്ട് ഇഡ്ഡലി സൂചി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ഞാൻ ഇവിടുന്ന് മേടിക്കുന്നതാണ് ഇഡ്ഡലി സൂചി. ഞാൻ ഈ കമ്പനിയുടെ പേരൊന്നും പറയത്തില്ല, എല്ലാ കമ്പനിയിലും കിട്ടും. അതുകൊണ്ട് ഞാൻ കമ്പനിയുടെ പേര് പറയുന്നില്ല, നിങ്ങൾ ഏത് കമ്പനിയുടെ വേണമെങ്കിലും മേടിച്ചോളൂ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഇതിൻ്റെ അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറയാം, അതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇഡ്ഡലി സൂചി എന്ന് പറഞ്ഞിട്ട് റവ നമുക്ക് ഇഡ്ഡലിയുടെ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും. നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന റവയല്ല, അല്ലാതെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കാനെ കൊണ്ട് സെപ്പറേറ്റ് റവ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം ഇത് ഞാൻ എന്നാ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇപ്പം നാളെ ഇഡ്ഡലി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഞാനാണെങ്കിൽ വെറും ഉഴുന്ന് മാത്രം വെള്ളത്തിയിടും. ഉഴുന്ന് ഇത് ഇപ്പം 1 ഗ്ലാസ് റവ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ 3/4 ഗ്ലാസോളം ഉഴുന്നെടുക്കും. വേണമെങ്കിൽ 1 ഗ്ലാസ് തികച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ചിലപ്പോൾ 1 ഗ്ലാസ് എടുക്കും, ചിലപ്പോൾ 3/4 ഗ്ലാസ് എടുക്കും. അത് ഉഴുന്ന് എങ്ങനെ ഉള്ളതിനനുസരിച്ച്, ചിലപ്പോൾ കുറവാണെങ്കിൽ 3/4 ഗ്ലാസ് എടുക്കും. ചിലപ്പോൾ ഉഴുന്നുണ്ടല്ലോ ശരി 1 ഗ്ലാസ് ഇടാം എന്ന് വിചാരിച്ചിടാറുണ്ട് കേട്ടോ. അപ്പം അത് രാവിലെ ഉഴുന്ന് ഞാൻ വെള്ളത്തിയിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതെന്നുണ്ടെങ്കിൽ ചെറിയ കപ്പിന് 1 കപ്പ് ചോറും കൂടെ ചേർത്തിട്ട് വൈകിട്ട് ഉഴുന്ന് കുതിർന്ന് കഴിയുമ്പോൾ ഉഴുന്നും ആ ചോറും കൂടെ വൈകിട്ട് അരയ്ക്കും. അരച്ചതിന് ശേഷം ഈ റവ 1 ഗ്ലാസ് എടുത്തിട്ട് വെള്ളത്തിനകത്തിട്ട് ഞാൻ 2 മിനിറ്റ് ഒന്ന് കുതിർക്കുന്നതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ കഴിയങ്ങ് ഉഴുന്നിൻ്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കൊണ്ട് പിന്നെ അത് കുതിരുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ഇതൊന്ന് കുതിർത്തിട്ട് അങ്ങ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ നന്നായിട്ട് മിക്സ് ആവും. അതിന് വേണ്ടിയിട്ട് ഞാൻ കുതിർത്തിട്ട് അതൊരു 5 മിനിറ്റ് സമയം മതി കേട്ടോ. ഇത് കുതിരാൻ അധികം സമയമൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റിൽ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അത് കുതിർന്ന് കഴിയുമ്പോൾ ഞാനൊന്ന് വെള്ളം കളഞ്ഞിട്ട് വെള്ളമില്ലാതെ ഞാൻ പിന്നെ വാരിയിട്ട് ഈ ഉഴുന്ന് അരച്ച് വെച്ചേക്കുന്നതിന് കൂടെ അങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തങ്ങ് വെക്കും. പിറ്റേ ദിവസം രാവിലെ നമ്മൾ നോർമലായിട്ട് ഇഡ്ഡലി ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കും. അപ്പോൾ ചിലർ പറയും പിന്നെ ഈ വെള്ളം ഇത് ചെയ്തിട്ട് എന്തിനാ പിഴിഞ്ഞ് ഇത് ചെയ്ത് എടുക്കുന്നേ എന്നൊക്കെ. കാരണം വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഉഴുന്ന് അരയ്ക്കുന്ന സമയത്തെ അതിനകത്ത് വെള്ളം ഇച്ചിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ റവയ്ക്കകത്തൂടെ വെള്ളം ഉണ്ടെങ്കിൽ അപ്പോൾ മാവ് ഒരുമാതിരി ലൂസായി പോകും. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കണം കൊണ്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇതുകൂടെ ഒന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നും കൂടി പറയാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ റവ ഇഡ്ഡലി ഉണ്ടല്ലോ, എത്ര സോഫ്റ്റ് ആയിട്ടുള്ള റവ ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാനൊന്ന് സ്പൂൺ കൊണ്ടും കഴിക്കാമെന്ന് വിചാരിച്ച് സ്പൂൺ നോക്കിയതാണ്. അപ്പോൾ എന്താ സ്പൂൺ കിട്ടി. ഞാൻ ആദ്യം വിചാരിച്ചോ ഈ തക്കാളി ചമ്മന്തി ഇതിന് ഇഡ്ഡലിക്ക് എങ്ങനെയാണ് നല്ല കോമ്പിനേഷൻ ആവുമോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അപ്പൂസ് ചെറിയ ഇഡ്ഡലിയാണ്. അപ്പൂസ് 1 ഇഡ്ഡലിയും തിന്നുന്ന അപ്പൂസിന് 3 ഇഡ്ഡലി തിന്നിട്ടാണ് പോയത്. അപ്പൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റെസിപ്പി നമ്മൾ മുന്നോട്ട് ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം ഈ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പം കൂട്ടുകാർ ഇനി റവ ഇഡ്ഡലി ഉണ്ടാക്കാൻ അറിയത്തില്ല എന്താണെന്ന് ചോദിക്കല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റവ ഇഡ്ഡലി കഴിക്കാൻ എടുത്തപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പിന്നെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യൂ, ഞാൻ അതിന് റിപ്ലൈ പറയാം. ഓക്കെ, അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കട്ടെ. നമ്മളോട് എൻ്റെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരട്ടെ. ബൈ, സീ യു.